വിശ്വനാഥ, എല്ലാടാ ഞാനിവിടെ നിൽക്കുന്നത് നീ കണ്ടില്ല? അതല്ലടാ, ഞാൻ ധൃതിയിൽ തന്നെയല്ല, ചില്ലറ കുറവാണ്. അറിയാതെ മറ്റു വല്ലയിടത്തും മാറ്റി വെച്ചിനാ? നീ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. തൽക്കാലം നീ ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യ്. അവനോടൊക്കെ വല്ല പണിക്കും പോകാൻ പറഞ്ഞൂടെ? മച്ചു, ₹50 എന്നാ എങ്ങനെയാ? അത് നടക്കൂല. ഇന്നത്തെ 3 കൊണ്ടിനും കൂടെ ചേർത്ത് ഇപ്പൊ 7 ആയി. അതെല്ലാം കൂടി അടുത്ത പ്രാവശ്യം അഡ്ജസ്റ്റ് ചെയ്യാ ചേട്ടാ. നമ്മൾ എപ്പോഴും വരുന്ന ആൾക്കാരല്ലേ. എല്ലാവരും ഇത് തന്നെയാ പറയണേ. എന്നിട്ട് കൂട്ടി കൂട്ടി വെച്ചിട്ടൊരു മുങ്ങും. എല്ലാവരെയും കാണുന്ന പോലെ നമ്മളെ കാണല ചേട്ടാ. എല്ലാവരും ഇത് തന്നെയാ പറയണേ. ആ പരിപ്പ് ഇവിടെ വേവൂല. ഇതേ പിന്നെ അതന്നെ പറയണേ. എന്റെ അമ്മോ, അതെ വടിയേക്കോ. സമയം എത്രയായി? സമയാവുന്നേ ഉള്ളൂ. നോക്കടാ, സമയം 4 ആ അത്രേ ഉള്ളൂ. വീണ്ടും കുറച്ചു നേരം ഉറങ്ങാം. മച്ചു, വിശ്വനാഥ, പൃഥ്വിരാജിന്റെ 4 പടം അടുപ്പിച്ച് വിജയിച്ചപ്പോ അടുത്ത പൊട്ടിയില്ലേ? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്നില്ലേ, കഥയാണ് പ്രധാനം. ആ പറഞ്ഞ കാര്യത്തിൽ ഞാൻ യോജിക്കുന്നു. പൃഥ്വിരാജിന്റെ പടമൊന്നും അങ്ങനെ പൊളിയില്ല. പടം കാണണമെങ്കിൽ ഇംഗ്ലീഷ് പടം കാണണം. ക്യാമറാമാൻ ആണെങ്കിൽ ഒരു പണിയുമില്ല. ഫ്രെയിമുകൾ അതേപോലെ അങ്ങ് എടുത്തു വെച്ചാൽ മതി. നീ വെറുതെ മണ്ടത്തരം പറഞ്ഞ എന്റെ വില കളയല്ല. അങ്ങനെ ഒരു സാധനം നിനക്കുണ്ടോ? അങ്ങനെയാണെങ്കിൽ നീ ഇങ്ങനെ ഒരു സാധനമായിട്ട് നടക്കൂ? ഒരു സംവിധായകനും ക്യാമറാമാനും വല്ല പരിപാടി നടക്കണമെങ്കിൽ പുറത്തിറങ്ങി പ്രവർത്തിക്കണം. അല്ലാതെ പകൽ ഉറക്കവും രാത്രി വെള്ളമടിച്ച് ഇങ്ങനെ വളവള ചർച്ചയും. നീയൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി വല്ലതും ചെയ്യുന്നുണ്ടോ? ഹലോ. ആ ചായ, വെൽക്കം. വന്നു തുടങ്ങിയ അസ്മാദികൾ. ഞാൻ പോണു. ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ് മച്ചു. അല്ല ഡയറക്ടർ സാറേ, നമ്മളൊക്കെ എപ്പോഴാ ഒരു പടത്തിൽ അഭിനയിപ്പിക്കണേ? എന്റെ പടം ഒന്ന് തുടങ്ങിട്ടച്ചായ, ഭാഗ്യമൊക്കെ നമുക്ക് ശരിയാക്കാം. അച്ചായനെ നായകനാക്കി പടം തുടങ്ങാം. ചിക്കിളി മുടക്കണം. ചിക്കിലി മുടക്കാനാണെങ്കിൽ എനിക്ക് ഫേമസ് ആയ സംവിധായകരുടെ പടത്തിൽ അഭിനയിക്കാൻ പോയാ പോലെ. അങ്ങ് ചെന്നാ മതി ഫേമസ് ആയ സംവിധായകരുടെ അടുത്ത്. അവരെ പാസിങ്ങിൽ ആളുടെ ഇടയിൽ പിടിച്ചു നിർത്തും. ആ യെസ്, കം ഇൻ. വച്ചു, നമ്മളെ കൂടെയൊക്കെ ഒന്ന് അഭിനയിപ്പിക്കണ്ട വച്ചു. ജോസിനോടെങ്കിൽ ഞാൻ പെർഫെക്റ്റ് ആയിരിക്കും. മച്ചാനെ ഞാൻ എപ്പോ അഭിനയിപ്പിച്ചെന്ന് ചോദിച്ചാ പോരെ? എന്റെ പടം ഒന്ന് അങ്ങോട്ട് തുടങ്ങട്ടെ. കുറെ നാളായി നിങ്ങൾ എന്നെ പറ്റിക്കാൻ തുടങ്ങിയിട്ട്. വല്ല പൂശേഴ്സ് നടക്കുവോ? അച്ചായ, അതിനും ചിക്കിളി മുടക്കണം. സിനിമ എന്ന് പറഞ്ഞ് പണ്ടത്തെ പോലെ പെമ്പിള്ളാരെ കിട്ടില്ല. നോട്ട് കെട്ട് വീശണം. ഞാൻ റെഡിയാക്കി തരാം. നിർത്തടാ തെണ്ടി. ദേ അച്ചായ, ഞാൻ പറഞ്ഞിട്ടുണ്ട്, സിനിമ എന്ന് പറഞ്ഞു വന്ന് തെണ്ടിത്തരം പറയരുതെന്ന്. സിനിമ സത്യസന്ധതയുള്ള ഒരു കലയാണ്. അതിനെ വ്യഭിചാരം ചെയ്യുന്നവനൊക്കെ ഞാൻ വെടിവെച്ച് കൊല്ലും. ഞാനും വെടിവെച്ചു. അതെ എൻ്റെ ചക്കരെ, ഞാനിന്നലെ ചോദിച്ചത് തന്നില്ലട്ടോ. എൻ്റെ ചക്കരക്കുട്ടിന് എന്താ വേണ്ടേ? അത് കുഴപ്പമില്ല. നാളെ മൂന്നാർ പോകുമ്പോൾ തന്നു. മൂന്നാർ പോകുമ്പോൾ വേറെ എന്തൊക്കെ തരും? വേറെന്താ വേണ്ടേ? ഇപ്പോൾ ഒരു ഉമ്മ തരുമോ? ഇല്ല, തരില്ല. പ്ലീസ്, ഒരു ഉമ്മ. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഉമ്മ വയ്ക്കും. പ്ലീസ്. ഇല്ല.
എന്നാടാ വാ. ഇനിയിപ്പോ ഇവിടെ ഹിന്ദിയിൽ കടം പറയാം. അല്ലാതെ വേറെ വഴിയില്ലല്ലോ. ഊണ് കഴിക്കാൻ ഒരു വഴിയില്ല അല്ലേ? വഴിയെല്ലാം അടഞ്ഞല്ലേ, ഒരു വഴിയില്ലല്ലേ. എന്തെങ്കിലും ഒരു വഴി വരും. എടാ അത് നമ്മുടെ മേള രഘു അല്ലേ ചേട്ടാ? ഭീമൻ രഘു, രഘുവരൻ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. മേള രഘു. ചേട്ടാ നമസ്കാരം. ചേട്ടാ എന്നെ മനസ്സിലായില്ല. ഓർമ്മയില്ലേ? സംവിധായകൻ അനിൽ അല്ലേ? അനിലോ? ഇപ്പൊ ഓർമ്മയുണ്ട്. വെള്ളം കുടിക്കുന്ന ചേട്ടാ? കുറെ നാളായില്ലേ ചേട്ടാ കണ്ടിട്ട്. എന്തേലും കുടിച്ചിട്ട് പോവാം. ഇവിടെ വാ. ഇപ്പം കുടിച്ചേ ഉള്ളൂ. വാ എന്നാ ചേട്ടൻ വാ. ഇത്ര നാളായി കണ്ടിട്ട്. അതെ അതെ. ഇപ്പൊ എനിക്ക് 65 വയസ്സ്. പണ്ട് മേള ചെയ്യുമ്പോ 31 വയസ്സ്. അപ്പൊ മമ്മൂട്ടിക്ക് എത്രയായിരുന്നു വയസ്സ് ചേട്ടാ? ഓ, സിനിമയിൽ നമ്മുടെ പ്രായം പറയാൻ പാടില്ല. പ്രായം പറഞ്ഞാൽ എപ്പോ ഔട്ടായി ചോദിച്ചാ മതി. അല്ല ചേട്ടാ, ഇപ്പൊ സിനിമയിലൊക്കെ കുറവാണല്ലേ. ചേട്ടനെ പോലെ ഒരാളിങ്ങനെ. അത് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇപ്പൊ എന്നെ പോലെ ഒരുപാട് പേരില്ലേ സിനിമയില്. ശോ, കുള്ളനായിട്ട് ചേട്ടൻ മാത്രം മതിയായിരുന്നു. എങ്കിലിപ്പോ സൂപ്പർ സ്റ്റാർ ആയല്ലേ. നമസ്കാരം. ചേട്ടൻ വന്നു എന്നറിഞ്ഞു വന്നതാണ്. എൻ്റെ പേര് വിശ്വനാഥൻ. ഇവര് പറഞ്ഞിരുന്നു. വാ. ഓ, ഇത് ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണാണ്. ആ, മോളുടെ പേരെന്താ? ജാനകി. നല്ല പേര്. നല്ലത് വരട്ടെ. ഇരിക്കേ. ഞങ്ങളൊന്ന് മൂന്നാർ വരെ പോകുന്ന വഴിയാണ്. ഓ, ഇവന്റെ ഒക്കെ ഒടുക്കത്തെ ഒരു യോഗം. ഓ, അവിടെ എന്തായിരിക്കും? പോകുന്ന വഴി ചേട്ടനെ ഒന്ന് കാണാമെന്ന് വെച്ചു. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ചേട്ടൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുത്തോട്ടെ? ഓ, എടുത്തോ. എടാ, ഒരു ഫോട്ടോ എടുത്തു. ഓ, നമ്മളെപ്പോഴേ റെഡി. ആ കസാര അങ്ങ് ചേർത്തിട്. ചേർന്നിരിക്കും. ആ, റെഡി. ചേർന്നിരിക്കും. ഒന്ന് ചെരുക്കി. ഷോ, കഷ്ടം. രഘുചേട്ടനെ ഇന്ന് കണ്ടപ്പോൾ എനിക്ക് ആകെ സങ്കടം തോന്നി. പാവല്ലേ, ക്ഷീണിച്ചാകെ ബുദ്ധിമുട്ടിലാണെന്ന് തോന്നുന്നു. അതിന് പുള്ളി പഴയ രഘുവല്ലല്ലോ. പല്ലൊക്കെ കൊഴിഞ്ഞ് കിഴവനായി. പോരാത്തതിന് കുള്ളനും. നീ എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കും. എങ്ങനെ നിനക്കിത് പറയാൻ തോന്നി? എൻ്റെ നാക്കിനൊരു കുഴപ്പമുണ്ട്. എന്താണെന്തോ ചൊറിയും അറിയില്ല. കഷ്ടം. എടാ, രഘുചേട്ടൻ പോയതിന് ശേഷം എൻ്റെ മനസ്സിലൊരു ഐഡിയ മിന്നി മറിയാ. വല്ല പണപ്പിരിവും നടത്താനാണ് എങ്കിൽ ഞാൻ റെഡി. അതല്ലടാ, പുള്ളിയെ വെച്ച് നമുക്കൊരു ഇന്റർവ്യൂ ചെയ്യാം. എല്ലാ ചാനലിലും കൊടുക്കാം. ചാനലുകാർ കൊത്തിയെടുക്കും. മമ്മൂട്ടിയുടെയും കമലഹാസന്റെയും കൂടെ അഭിനയിച്ചതല്ലേ. പോരാത്തതിന് മമ്മൂട്ടിയുടെ പടത്തിലും നായകനായിട്ടും. നമുക്ക് വിശ്വനാഥനോട് ചോദിച്ചു നോക്കാം, കുറച്ച് പൈസ മുടക്കാവൂ. ഉഗ്രൻ ഐഡിയ മച്ചു. ഇത് നമുക്ക് കലക്കാം. അത്യാവശ്യം ചിക്കിളി മാന്ത, പണിയായി പേരുമായി. ഇതിനപ്പം പണം മുടക്കും. വലിയ പൈസ വേണ്ടല്ലോ. ഒരു ക്യാമറയുടെയും സ്റ്റുഡിയോയുടെയും കാര്യം മാത്രമല്ലേ ഉള്ളൂ. നമ്മൾ വിശ്വനാഥനെ കൊണ്ട് പണം മുടപ്പിക്കുന്നു, പണം വാരുന്നു. അതിനൊരു സ്പെഷ്യൽ ചേഴ്സ്. ഹായ്, നമസ്കാരം. ഇന്ന് ഒരു സ്പെഷ്യൽ അതിഥിയാണ് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. പ്രശസ്ത സംവിധായകനായ KG ജോർജിൻ്റെ സംവിധാനത്തിൽ മമ്മൂട്ടി എന്ന മഹാനടൻ സഹനടനായി അഭിനയിച്ച മേള എന്ന സിനിമയിലെ നായകനായ രഘു. മേള രഘു എന്നറിയപ്പെടുന്ന ആ വലിയ ചെറിയ മനുഷ്യനെ നമുക്കൊന്ന് പരിചയപ്പെടാം.
കുറവാ, ഇറങ്ങി കിടക്കാം. നിനക്കല്ലേ ഇറങ്ങി ആ ഇങ്ങനെ അതെല്ലാം എടുക്ക. റെഡിയോ ആക്കി. വിജയൻ എപ്പോ വന്നു? കുറച്ചു നേരമായി. താനുണ്ടായി കുറച്ചു നേരം ചീട്ട് കളിച്ചിരിക്കാന്ന് വിചാരിച്ചു. ആ കളിക്കാറേ. സല്ലപിക്കാൻ പോയിരിക്കുന്നു. എന്താണ് അമ്മ വിളിക്കുന്നത്? നമസ്കാരം ചേട്ടാ. നമസ്കാരം. ഇരിക്കൂ. മേള എന്ന സിനിമയിൽ അഭിനയിക്കാനുള്ള അവസരം താങ്കൾ എങ്ങനെയാണ് തേടിയെത്തുന്നത്? ഒന്ന് വിശദീകരിക്കാമോ? മേള എന്ന സിനിമയിൽ ഗോവിന്ദൻകുട്ടി എന്ന് പറയുന്ന കഥാപാത്രം പൊക്കം കുറഞ്ഞ ഒരാളാണ്. ആ കഥാപാത്രത്തെ അന്നത്തെ കാലത്ത് പൊക്കം കുറഞ്ഞവർ കുറവായിരുന്നു. ഇവർ പല ആൾക്കാരും ചെക്ക് ചെയ്തു, ക്യാമറ ടെസ്റ്റ് ചെയ്തു, ഓക്കെ ആയില്ല. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ശ്രീനിവാസ് സാറും കെ ജി ജോർജ് സാറും ഡയറക്ടർ കെ ജി ജോർജ് സാറും ഞാൻ രാത്രി ഒരു കടയുടെ മുമ്പിൽ നിന്ന് ചായ കുടിക്കുന്നു. അവർ വണ്ടി നിർത്തിയിട്ട് എൻ്റെ അടുക്കൽ ഓടി വരുന്നു. വന്ന് ചോദിച്ചു, നിങ്ങൾക്കൊരു സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ എന്ന്. സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ആൾക്കാർക്ക് ഒരു സന്തോഷമല്ലേ. ശരി സാർ, താല്പര്യമുണ്ട്. ഒരു പടത്തിലെ ഹീറോ ആയിട്ടാണ് വരുന്നത്. ഹീറോ എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ജയൻ, നസീർ, സത്യൻ സാറ് ഇവരൊക്കെ ഉള്ളപ്പോൾ ഞാൻ ഹീറോയോ? ഇവരൊക്കെ ഉള്ളപ്പം നമ്മളെ പുച്ഛമാക്കുവാണോ എന്ന് മനസ്സിൽ കണ്ടു. സിനിമയിലുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ സമ്മതിച്ചു. ശരി സാർ, ഞാൻ വരാം. നമ്മുടെ കൂടെ കാറക്കാരൻ പറഞ്ഞു. കാറിൽ കയറി അവർ നേരെ ക്യാമറമാൻ രാമേന്ദ്ര ബാബു സാറിന് എന്നെ പരിചയപ്പെടുത്തുന്നു. ക്യാമറ ടെസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അവർക്ക് സന്തോഷമായി. അഡ്വാൻസ്, അന്നത്തെ കാലത്ത് തുച്ഛമായിട്ടുള്ള പൈസയാണ്. അഡ്വാൻസ് തരുന്നു. പിറ്റേ ദിവസം ഷൂട്ടിങ് പ്ലാൻ ചെയ്യുന്നു. അന്നേരം എനിക്ക് മനസ്സിലാകുന്നില്ല ഞാൻ ഹീറോ ആണെന്ന്. പടത്തിൻ്റെ സംഭവങ്ങൾ പറയുമ്പോഴാണ്, നമ്മൾ കഥ പറയുമ്പോഴാണ് ഇതിനകത്തെ ഹീറോ ഞാനാണ് എന്ന്, ഗോവിന്ദൻകുട്ടി എന്ന കഥാപാത്രം ഞാനാണ് ചെയ്യുന്നതെന്ന് എനിക്ക് വളരെ സന്തോഷം തോന്നി. ഉലകനായകൻ കമലഹാസന്റെ കൂടെ അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ചതും വ്യത്യസ്തവുമായ അപൂർവ സഹോദരങ്ങൾ എന്ന സിനിമയിൽ അഭിനയിക്കാനുള്ള അവസരം താങ്കൾ എങ്ങനെയാണ് തേടിയെത്തുന്നത്? ഒന്ന് വിശദീകരിക്കാമോ? അതിൻ്റെ കാരണം മെയിൻ മമ്മൂട്ടി സാറാണ്. ഇവർ പൊക്കം കുറഞ്ഞ ഒരു കഥാപാത്രത്തെ ഇവർ നോക്കി നടക്കുമായിരുന്നു. മമ്മൂട്ടി സാറാണ് പറഞ്ഞ പറ്റിയ ഒരാൾ എൻ്റെ കയ്യിലുണ്ടെന്ന്. മേള എന്നൊരു പടത്തിലെ ഹീറോ ആയിട്ട് എൻ്റെ കൂടെ അഭിനയിച്ച ആളാണെന്ന്. ആളെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് ചോദിച്ചു. ഉടനെ തന്നെ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് വണ്ടി വന്നു. മമ്മൂട്ടി സാറ് വിളിക്കുന്നു. ഉടനെ ഞാൻ ചെന്ന് കഴിഞ്ഞിട്ട് മമ്മൂട്ടി എൻ്റെ അടുത്ത് വിശദീകരിക്കുന്നു. കമൽ സാറിൻ്റെ ഒരു പടമാണ്. ആ പടത്തിൽ രഘു ഒരു നല്ല വേഷം ചെയ്യണമെന്ന്. കമലഹാസനെ ഞാൻ ആദ്യമായിട്ട് കാണുക. ആളെ കാണുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു ആകാംക്ഷയായിരുന്നു. അവിടെ വെച്ച് ആളെന്നെ കണ്ടപ്പം, മേളെ കണ്ടു എന്ന് പറഞ്ഞപ്പം എനിക്ക് വളരെ സന്തോഷമായി. ഈ പടത്തിൽ നല്ലൊരു വേഷം ചെയ്യാം, നിങ്ങൾ തയ്യാറല്ലേ? ഓക്കെ സാർ. സാറിൻ്റെ കൂടെ ഒരു പടത്തിൽ അഭിനയിക്കാൻ കിട്ടാൻ മഹാഭാഗ്യമല്ലേ. അവസരം വന്നു, അത് ചെയ്തും കൊടുത്തു. ഏഷ്യയിലെ ഏറ്റവും പൊക്കം കുറഞ്ഞ ആദ്യത്തെ നടനാണല്ലോ ചേട്ടൻ. അപ്പം അതിന് തക്കതായ ഒരു അംഗീകാരം ചേട്ടന് ലഭിച്ചിട്ടില്ല. അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? ഇപ്പോഴത്തെ സിനിമയും പഴയകാല സിനിമയും തമ്മിൽ ഒന്ന് താരതമ്യപ്പെടുത്താമോ? പണ്ടത്തെ സിനിമ എന്ന് പറയുന്നത് ഒത്തൊരുമയാണ്. പ്രൊഡ്യൂസർ, ആർട്ടിസ്റ്റ്, ഡയറക്ടർ, ക്യാമറമാൻ 4 പേരോട് ചേർന്നിട്ടാണ് ഒരു പടത്തിൻ്റെ പ്ലാൻ ചെയ്യുന്നത്. ഈ പ്ലാൻ ചെയ്തിട്ട് അത് സക്സസ് ആകുന്നു. ഇപ്പോഴത്തെ സിനിമ എന്ന് പറഞ്ഞാൽ
ഒരു ഒത്തൊരുമയില്ല. കലയെന്ന് പറഞ്ഞ ഒരു കൊലയാക്കിയിരിക്കുക. വെറും കച്ചവട സിനിമയായി. അതാണ് മെയിൻ. അങ്ങനെ അത് കഴിഞ്ഞു. ഇതങ്ങോട്ട് തീർക്കാം. ആ ചേട്ടാ, എന്നാൽ ഞാൻ അങ്ങോട്ട് ഇറങ്ങുക. ശരി ചേട്ടാ. അപ്പം ശരി മോനെ. ശരി ചേട്ടാ. അല്ല മോനെ, അറിയാനുള്ളൊരു ആകാംക്ഷയോട് ചോദിക്കുക. ഇത് എപ്പോഴാണ് ചാനൽ വരുന്നത്? വീട്ടുകാരോടും നാട്ടുകാരോടൊന്നും പറയണ്ടേ? അത് ഞാൻ അറിയിക്കാം ചേട്ടാ. മമ്മൂട്ടിയുടെയും കമലഹാസന്റെയും ജോർജ് സാറിന്റെയും ശ്രീനിവാസന്റെയും ഒക്കെ ഇന്റർവ്യൂ ഇതിൽ ഉൾപ്പെടുത്തണമല്ലോ. അതിനുശേഷം ചാനലിൽ കൊടുക്കുന്നതായിരിക്കും. എല്ലാം നന്നായി വരും മോനെ. ഓ, അനിലേ, ഞാൻ പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഇപ്പോൾ ഇൻ്റർവ്യൂ ചാനലുകളിൽ കൊടുത്താൽ ആരെങ്കിലും കണ്ടാൽ കണ്ടു എന്നല്ലാതെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു മാർക്കറ്റ് ഇതിന് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാനിത് ചെയ്തതും പറയുന്നതും. ബാക്കി സാംസൺ സാർ പറയും. ഒരു ചാനലിൻ്റെ പ്രതിനിധിയായിട്ടല്ല ഞാൻ സംസാരിക്കുന്നത്. ഒരു സാധാരണ പ്രേക്ഷകൻ എന്ന നിലയ്ക്കും ഒരു ബിസിനസ്മാൻ എന്ന നിലയ്ക്കും ഞാൻ പറയുകയാണ്, ഈ ഇൻ്റർവ്യൂ മേളരഘു എന്ന വ്യക്തിയുടെ മരണശേഷമാണ് നിങ്ങൾ ചാനലിൽ കൊടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ തലവര തന്നെ മാറിപ്പോകും. ഈ പ്രോഗ്രാം ജനങ്ങളെല്ലാം കാണുകയും നിങ്ങൾ ഉദ്ദേശിക്കുന്നൊരു മുന്നേറ്റം ഇതിന് കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് തൽക്കാലം ഈ ഇൻ്റർവ്യൂ നമ്മൾ രഹസ്യമാക്കി വയ്ക്കുന്നു. രഘുചേട്ടൻ മരിച്ചതിന് ശേഷം നമ്മളിത് ചാനലിൽ കൊടുക്കുന്നു. അതാണ് എൻ്റെ ഫൈനൽ ഡിസിഷൻ.